നാം ജീവിക്കുന്ന ചുറ്റുപാടുകളെ സംരക്ഷിച്ചാൽ മാത്രമേ ആരോഗ്യകരമായ ജീവിതം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതും കത്തിക്കുന്നതും ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്നു. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയോക്സിൻ, ഫ്യൂറാൻ എന്ന വിഷവാതകങ്ങൾ ക്യാൻസറിന് കാരണമാകുന്നു. ഈ മഹത്തായ ലക്ഷ്യത്തോടെ നഗരസഭയിലെ എല്ലാ ഡിവിഷനുകളിൽ നടത്തുന്ന സമ്പൂർണ്ണ ശുദ്ധി എന്ന ക്യാമ്പയിന്റെ നഗരസഭാ തലത്തിലുള്ള ഉദ്ഘാടനം ചെയർപേഴ്സൺ മിനി അരവിന്ദൻ നിർവഹിച്ചു. അതുപോലെ തന്നെ അധ്യക്ഷനും വളരെ നല്ല രീതിയിൽ നമ്മളോട് കാര്യങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞു. പക്ഷേ 2018 ഫെബ്രുവരി 12 വടക്കാഞ്ചേരി നഗരസഭയിൽ ഹരിതകർമ്മസേന രൂപീകൃതമായില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മളൊക്കെ തന്നെ എന്തായി മാറും? ആരോഗ്യമില്ലാതെ ക്ഷയിച്ച ഒരു മനുഷ്യ ജീവനുകളായി ഒരുപക്ഷെ മാറിയേനെ. അതിൽ നിന്ന് വ്യത്യസ്തമാവാൻ ആ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാരും നഗരസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ആരോഗ്യ വിഭാഗവും ഹെൽത്ത് ജീവനക്കാരും ഹരിതകർമ്മ സേനാംഗങ്ങളും ഒറ്റക്കെട്ടായി നിന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് കഴിഞ്ഞ കാലങ്ങളിലായി വിവിധ നിരവധി പുരസ്കാരങ്ങൾ നേടിയെടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞത്. ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ. അപ്പം അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇനിയും തുടരേണ്ടതുണ്ട്. മാലിന്യങ്ങൾ ഉറവിട സംസ്കരണം ശീലമാക്കാനും അജൈവ മാലിന്യം യൂസർ ഫീ നൽകി എല്ലാ മാസവും ഹരിതകർമ്മ സേനയ്ക്ക് നൽകുവാനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടാത്ത ഗ്രാമവീഥികളിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ സാധ്യമാകണമെന്ന് ആഹ്വാനം ചെയ്യുകയും വാതിൽപ്പടി ശേഖരണം 100% പൂർത്തിയാക്കുവാൻ വിവിധ വീടുകളിൽ കയറി അവബോധം നൽകുകയും ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മദനൻ കെ.പി. അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ ഡിവിഷൻ കൗൺസിലറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ പി.ജി. സനീഷ് സ്വാഗതം പറഞ്ഞു. ഡിവിഷൻ കൗൺസിലർമാർ, കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പോൾ, കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാർ, പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദിഖുൽ അക്ബർ, യങ് പ്രൊഫഷണൽ അഞ്ജലി, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാപ്രവർത്തകർ, CDS മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു.